ഒരു അളവ് ചുരിദാറും തുണിയും തന്നാൽ അതേ തുണിയുടെ മുകളിൽ ആ അളവ് ചുരിദാർ മടക്കി വെച്ച് കോപ്പി അടിക്കുന്നവരാണ് മിക്കവരും. കട്ടിങ് ചെയ്യാൻ പേടിയാണല്ലേ? എങ്കിൽ വരൂ, ഈ വീഡിയോ ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ടിങ്ങിനെ കുറിച്ച് ഇനി ഒരു പേടിയേ വേണ്ട. ലൈനിങ് ചുരിദാറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ നേരിട്ട് അതിലേക്ക് വെച്ച് വരക്കാതെ നമുക്ക് ഓരോ അളവുകളും നമുക്ക് ആ ചുരിദാർ അളവ് തന്ന ചുരിദാറിൽ നിന്നും എടുത്ത് നമുക്കൊരു ബുക്കിലേക്ക് എഴുതി വെക്കാം. അതിന് വേണ്ടി ആദ്യം നമ്മൾ അതിൻ്റെ ഷോൾഡർ മുതൽ അടി വരെയുള്ള ഇറക്കമാണ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ആ അളവ് അതാ നമ്മൾ 47.5 ഇഞ്ചുണ്ട്, അതാ അവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ നോക്കാം, കഴുത്തിൻ്റെ അകലവും ഷോൾഡറും ഒക്കെ. അപ്പോൾ ഷോൾഡർ നമ്മൾ ഒന്ന് കയറ്റി പിടിച്ച് ഒരു 1/2 ഇഞ്ച് കയറ്റി പിടിച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടും വെച്ചിട്ട് വേണം ചെയ്യാൻ. 4.5 ഇഞ്ച് ഷോൾഡറുണ്ട്, അതും നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് കഴുത്തിൻ്റെ അകലാണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനൊരു സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിവിടെ വന്നിട്ടുള്ളത് 6.5 6.5 നമ്മൾ എഴുതി വെക്കുകയാണ് കേട്ടോ. ഇനി കഴുത്തിൻ്റെ ഇറക്കം അത് ഈ സ്കെയിൽ വെച്ച് ആ സ്കെയിലിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെടുത്തു. നെക്കിൻ്റെ ഇറക്കം ഫ്രണ്ട് 6, ബാക്ക് 3.5. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഇറക്കം കേട്ടോ. കൈക്കുഴിയുടെ ലെങ്ത്ത്, ആം ഹോൾ ലെങ്ത്ത്, അതിനിങ്ങനെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ സ്ട്രൈറ്റ് പിടിച്ചിട്ട് നമ്മളതിനെ ഇതിനൊന്ന് മടക്കി പിടിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും. ഇവിടെ നമുക്ക് ആം ഹോൾ വന്നിട്ടുള്ളത് 7 ഇഞ്ചാണ്. ഇനി നമുക്ക് ആ വളഞ്ഞ ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 11.5 കിട്ടിയിട്ടുള്ളത്. ആ 11.5 എഴുതി വെച്ചു. ഇനി ചെസ്റ്റിൻ്റെ നമ്മൾ 2 ഭാഗമേ ഉള്ളൂ, അപ്പോൾ 2 ഭാഗമായിട്ട് തന്നെ എടുക്കണത്. 24 ഇഞ്ച് കേട്ടോ. ഇനി വേസ്റ്റ് വേണം, സീറ്റ് വേണം. ആദ്യം നമ്മൾ സീറ്റിൻ്റെ ലെങ്ത്ത് നോക്കുക. അതും നേരത്തെ വളച്ചു വെച്ചതുപോലെ അതിലേക്ക് ടാപ്പിനെ മടക്കി വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. 22.5 ഇവിടെ സ്ലിറ്റിൻ്റെ അളവ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ വണ്ണം, വേസ്റ്റിൻ്റെ ഇറക്കം, വേസ്റ്റിൻ്റെ വണ്ണം വന്നിട്ടുള്ളത് 22.5. ഇനി നമുക്ക് അതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ 14.5. ഇനി നമുക്ക് ആ ഓപ്പൺ മുതൽ ഓപ്പൺ വരെ പിടിച്ചാൽ സീറ്റിൻ്റെ അളവ് കിട്ടും. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പിടിച്ചാൽ പകുതിയാണ് കേട്ടോ നമ്മൾ എടുക്കണത്, അത് പ്രത്യേകം ഓർക്കണേ. 27, അതായത് 4 ഒരു ഭാഗമല്ലേ നമ്മൾ എടുക്കാറ്, ഇപ്പോൾ ഇത് 2 ഭാഗം ഉണ്ടല്ലോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം, കൈ ഇറക്കം നമുക്ക് വന്നിട്ടുള്ളത് 19 ഇഞ്ചാണ് കേട്ടോ. 19 + 1 ഇഞ്ച് എൻ്റെ അടുത്ത് കൂട്ടാനും പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ. ഇനി അതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 5.5 ഇഞ്ചാണ്, അതും നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അളവുകളൊക്കെ കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. കർവിനൊക്കെ അറിയാലോ. ഇനി നമുക്ക് ആദ്യം ലൈനിങ്ങിൻ്റെ ക്ലോത്താണ് എടുക്കേണ്ടത് കേട്ടോ. ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് പതിവ് പോലെ 4ആയിട്ട് തന്നെ മടക്കിയിടാം. കറക്റ്റായിട്ട് വൃത്തിയിൽ മടക്കിയിടുക കേട്ടോ, ചുളിവൊന്നുമില്ലാതെ. വീഡിയോ ഒരു ഇത്തിരി ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രീതിയിലൊന്ന് വിശദമായി പറഞ്ഞു തന്നത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി മറ്റൊരാളെ ആശ്രയിക്കാതെ ഒരു ലൈനിങ് ചുരിദാറൊക്കെ കട്ട് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും വൃത്തിയാക്കാം. 4 മടക്ക് നോക്കി വെക്കണേ, 4 മടക്ക് തന്നെ വേണം. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം. ചുരിദാറിൻ്റെ ലെങ്ത്ത് നമുക്ക് 47.5 വന്നിട്ടുള്ളത്. അതൊന്നൊരു 2 ഇഞ്ച് കുറച്ചിട്ട് നമുക്കൊരു 45.5 മാർക്ക് ചെയ്യാം. ആ 45.5 നമ്മളൊരു ലൈൻ കൊടുക്കുക. അത് നമ്മുടെ മുകൾ ഭാഗത്താണ് കേട്ടോ. മുകൾ ഭാഗത്ത് ഒരു ലൈന്, ഒരു 1/2 ഇഞ്ച് മേലെ ഒരു ലൈനും കൂടിയും കൊടുക്കുക. ഇത് തയ്യൽ തുമ്പ് വേണമല്ലോ ഷോൾഡർ ഭാഗത്തേക്ക്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഒരു 3.5 ഇഞ്ച് കഴുത്തകലവും ഒരു 4 ഇഞ്ചോളം 4 ഇഞ്ച് ഷോൾഡറും കൂടിയിട്ട് നമ്മൾ മൊത്തം 7.5 ഇഞ്ചാണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ആം ഹോള് 7 ഇഞ്ച് നമ്മളതിൽ മാർക്ക് ചെയ്യണു. ഇനി അതിനെ നീട്ടി വരക്കണം കേട്ടോ. ചെസ്റ്റ് ലൈന് വേണ്ടേ നമുക്ക്, അതിലാണ് നമ്മുടെ നെഞ്ചളവ് മാർക്ക് ചെയ്യുക. നെഞ്ചളവ് നമുക്ക് വന്നത് 2 ഭാഗത്തിലെ 24 അതിന് നമ്മൾ ഒന്നും കൂടി പകുതിയാക്കുക. അപ്പോൾ പകുതിയാക്കാൻ അറിയാത്തവർ ടാപ്പ് ഒന്ന് മടക്കി പിടിച്ചാൽ മതി. 12 കിട്ടി. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ഈ ആം ഹോൾ കർവ് ഉപയോഗിച്ച് ആ കൈക്കുഴീനെ വരച്ചെടുക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 11.5, ആ വളഞ്ഞ ഭാഗത്തെ 11.5 പറഞ്ഞില്ലേ, അതാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിങ്ങനെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വളച്ച് വെച്ച് നോക്കുക, ഇതേപോലെ. അപ്പോൾ നമുക്ക് 11.5 ഉണ്ടെങ്കിൽ കറക്റ്റായി നമ്മുടെ ആം ഹോൾ കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ.
ഇനി നമുക്ക് ഒരു അര ഇഞ്ച് ബാക്കിലേക്ക് ആക്കിയിട്ട് ഒരു ലൈന് കൊടുക്കുക. ഇത് ഫ്രണ്ടിലെ കൈക്കുഴി വരക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആം ഹോൾ തന്നെ വെച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് കുഴിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ശരിയായി കിട്ടി. ഇതിൻ്റെ ചോക്കിൻ്റെ നിറം നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നിറം വളരെ കുറവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലിറ്റ് ഭാഗം, ഓപ്പൺ ഭാഗത്തെ ലെങ്ത്ത്, ആ ലെങ്ത്താണ് നമുക്ക് വന്നിട്ടുള്ളത് 22.5. അത് മാർക്ക് ചെയ്തു. ഞാനൊരു വേസ്റ്റ് ലൈനും മാർക്ക് ചെയ്തിട്ടുണ്ട് 14.5 കേട്ടോ. ഇനി നമുക്ക് ആ വേസ്റ്റിൻ്റെ വണ്ണം നമുക്ക് നോക്കണം. വേസ്റ്റിൻ്റെ വണ്ണം നമുക്ക് 22.5 അതിൻ്റെ പകുതി നമുക്ക് ഒരു 11.25 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സീറ്റ് അളവ് 27 അതിൻ്റെ പകുതിയും ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു 13.5. അപ്പോൾ ഈ 13.5യുടെ അവിടെ സീറ്റ് ഓപ്പൺ ഭാഗത്ത് ഞാൻ 1 ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പായിട്ട് കൊടുക്കണുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ 1.5 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്ക് അടിയിലേക്ക് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നീട്ടി വരച്ചു കൊടുക്കാം. ഇനി അതിന് നമ്മൾ ആദ്യം ഇത് വരച്ചു കൊടുക്കണം. ഇനി ആ 1.5യിൽ നിന്നും നമ്മൾ വരച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അടിഭാഗത്ത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം മുകളിലേക്ക് ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിലൂടെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ആംഹോൾ അവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ രണ്ടും കൂടിയിട്ട് ബാക്കിലെ പിൻഭാഗത്തെ കൈക്കുഴിയാണ് ആദ്യം വെട്ടുന്നത്. ഫ്രണ്ട് ഭാഗം വരച്ചത് വെച്ചിട്ട് അതിലൂടെ വെട്ടരുത്. അപ്പോൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആ ഫ്രണ്ടിലെ കൈക്കുഴിയിലൂടെ രണ്ടും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അളവിൻ്റെ അവിടെ നിന്ന് നോച്ചസ് കൊടുക്കാം. വേസ്റ്റിൻ്റെ ഭാഗത്തും ഈ നോച്ചസ് കൊടുത്തോടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും നമ്മൾ വരച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ നോച്ചസ് വെച്ചിട്ട് ഓപ്പണിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചും അല്ലാത്ത ഭാഗത്ത് 1.5 ഇഞ്ചും ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കൈയാണ് വേണ്ടത്. സ്ലീവിനുള്ള തുണി വളരെ കുറവാണ്. അത്യാവശ്യം തടിയൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ കൈയിൻ്റെ നീളം വന്നിട്ടുള്ളത് 20 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടണം. 1/2 ഇഞ്ച് തുമ്പിനും 1 ഇഞ്ച് മടക്കി തയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ മൊത്തം 21.5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് കൈക്കുഴി വരക്കാം. കൈക്കുഴി വരക്കാനുള്ള ക്ലാസ്സൊക്കെ ആണെങ്കിൽ വിശദമായിട്ട് തരാം കേട്ടോ. ഇതിൽ ലെങ്ത്ത് കൂടുള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടും വരക്കണമെന്ന് മാത്രം. ഇത് വിശദമായിട്ട് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടും. കൈക്കുഴിയുടെ വീഡിയോ വേണ്ടവർ കമൻ്റ് ഇടുക കേട്ടോ. ഞാനിത് കൈക്കുഴിയുടെ അളവ് നമുക്ക് വന്നിട്ടുള്ളത് 11.5 അപ്പം ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്റർ വെച്ചിട്ട് സെൻറ്ററിൽ ഒരു മാർക്ക് കൊടുക്കുക. ഉള്ളിലേക്ക് കുഴിച്ച് വരച്ചതിന് ശേഷം പുറത്തേക്കും വരക്കുക. ഇതേപോലെ പുറത്ത് വരച്ച് ഇനി ഉള്ളിലേക്കൊന്ന് കർവ് ചെയ്ത് വരക്കുക. ഇത് ഫ്രണ്ട് കൈക്കുഴിയായിട്ടാണ് വരിക. ഇനി നമ്മൾ സാധാ രീതിയിൽ വരക്കണത്, വളക്കാതെ വരക്കണത് നമുക്ക് ബാക്ക് കൈക്കുഴി കേട്ടോ. ഇനി ഒരു 1.5 ഇഞ്ച് തുമ്പും. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ തുണിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണതെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ 21.5 കട്ട് ചെയ്ത് മാറ്റണം. ഈ ബാക്കിയുള്ള തുണിയുടെ അടിയിലേക്ക് ഞാൻ ഈ പീസിനെ കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. 4 പീസ് ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. നമുക്ക് 2 കൈയിനും കൂടിയിട്ട് മൊത്തത്തിൽ പീസുകൾ വരുമ്പോൾ ഒരു കൈയിന് തന്നെ 4 പീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ. ഇനി 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം കൈയിൻ്റെ ലൂസ് മാർക്ക് ചെയ്യണം. ഒരു 1.5 ഇഞ്ച് തുമ്പും മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ വരച്ചു വെച്ചതിലൂടെ നമ്മൾ ആ കൈക്കുഴീനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ആ കട്ടിങ് പോയ ഭാഗത്ത് മേലത്തെ തുണീനെ മാത്രം പൊക്കി പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണത്. ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ, ഇപ്പോൾ 4 പീസില്ലേ, ആ മേലത്തെ തുണീനെ കട്ട് ചെയ്ത് കളഞ്ഞു. ആ എൻഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ചെരിച്ച് വരക്കണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 11.5 ഓക്കെയാണ്. ഇനി ഒരു 1.5 ഇഞ്ച് തുമ്പും. ഇനി അതിലേക്ക് ചെരിച്ച് വരച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യണത് കണ്ടോ നിങ്ങൾ? ഈ ചെരിച്ച് കട്ട് ചെയ്യണത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ മടക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അളവെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല മടക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കൈയിൻ്റെ ലൈനിങ്ങായി ഇതേപോലെ നമുക്കിനി നല്ല തുണിയിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ലൈനിങ് വെച്ചിട്ട് ഫ്രണ്ട് ബാക്കും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിനേക്കാളും ഒരു 2 ഇഞ്ച് ഞാൻ അവിടെ ഇറക്കി ഇടുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഫ്രണ്ട് ഓൾറെഡി വർക്ക് വരുന്ന കാരണം
മടക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കയറ്റിറക്കം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ബാക്ക് പീസിന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് എല്ലാം അടിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് പീസ് ഫ്രണ്ടിൻ്റെ അത്രയും ഇറക്കത്തിൽ മടക്കി തയ്ക്കാം. ഇനി ലൈനിങ് വെച്ചിട്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ചുളിവൊക്കെ നിവർത്തി ഒന്ന് വൃത്തിയിൽ വെച്ചിട്ട് കറക്റ്റ് അല്ലേ, അളവൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ജസ്റ്റ് നോക്കുക. ഇനി നമുക്ക് കൈക്കുഴിയുടെ ഭാഗം കട്ട് ചെയ്യാം. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ലേശം വിട്ടിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിക്കഴിഞ്ഞാൽ കൈക്കുഴി നല്ല തുണിയുടെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം എക്സസ് ഉള്ളത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി ഇതിൽ നിന്ന് ഫ്രണ്ട് പാർട്ടിനെ വേറെ ആക്കുക, ബാക്ക് പാർട്ടിനെ വേറെ ആക്കുക. എന്താ വെച്ചാൽ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിനായിട്ട് മാറ്റി വെക്കാം. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ മാത്രമേ നമ്മളിപ്പോൾ കട്ട് ചെയ്യണുള്ളൂ. ബാക്കിയെല്ലാം തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എക്സസ് കട്ട് ചെയ്യുമ്പോൾ പൊയ്ക്കോളും. ഈ ലൈനിങ് പാർട്ട് മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ആ ഉള്ളിലേക്കുള്ള ഭാഗം നമ്മൾ വരച്ചു വെച്ച ഭാഗം നമ്മൾ നോച്ചസ് മുതൽ അങ്ങോട്ട് മേലോട്ട് കുഴിച്ച് വെട്ടി കൊടുക്കണം. കറക്റ്റ് ചെയ്ത് വൃത്തിയിൽ കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുത്താലാണ് നമ്മുടെ ആ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു ഫിനിഷിങ്ങും ഒരു വൃത്തിയൊക്കെ കിട്ടുള്ളൂ. കൈക്കുഴിയൊന്നും ചുളിയാതെ വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ കൈക്കുഴിയുടെ കട്ടിങ് വൃത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിനെയും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ലീവ് തന്നെ എടുക്കാം. സ്ലീവാണ് നമുക്കിനി ജോയിൻ്റൊക്കെ വരുന്നത്. അപ്പോൾ സ്ലീവും കട്ട് ചെയ്യാം. സ്ലീവ് ഇതേപോലെ നേരത്തെ നമ്മൾ ലൈനിങ്ങിൽ ചെയ്ത മാതിരി പീസ് ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച പീസിന് ഇതിൻ്റെ മുകളിൽ നിവർത്തി വെക്കുക. 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം വെക്കാൻ. അത് ലൈനിങ് ആണെങ്കിലും മറ്റേ നല്ല തുണിയാണെങ്കിലും ജോയിൻറ്റ് വരുമ്പോൾ 1/2 ഇഞ്ച് ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തൊക്കെ എക്സ്ട്രാ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അളവ് തെറ്റിപ്പോകുന്നതാണ്. ഇനി ഇതിനെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തതിൻ്റെ ശേഷം ബാക്കിയുള്ള അടിഭാഗത്തുള്ള 4 പീസിനെ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് വെക്കണം. ഇതിൻ്റെ അടിയിലേക്ക് ഒപ്പം കറക്റ്റ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള ലൈനിങ് പീസിനെയും കൂടി അവിടെ നിവർത്തിയിടുക. അതിൻ്റെ കൂടെ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് കട്ട് ചെയ്യണം. ഇനി ഈ ഭാഗമൊക്കെ ഇനി എക്സസ് ഉള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളൊരു കുറച്ച് പുറത്തേക്ക് നിന്നാൽ നമുക്ക് കുഴപ്പമില്ല. അടിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മുടെ ക്യാൻവാസും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുരിദാറിൻ്റെ കട്ടിങ് ഇവിടെ തീരുകയാണ് കേട്ടോ. ക്യാൻവാസ് നമുക്ക് എടുക്കാം. അതിൻ്റെ മുന്നേ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വെളുത്ത ഭാഗത്ത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് ആ അളവ് ചുരിദാർ ഇത്തിരി ഡാർക്കാണല്ലോ, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിന് 2 മടക്കാക്കിയിട്ട് എടുക്കുക. ഈ 2 മടക്കാക്കിയിട്ട് എടുത്തിട്ട് ഒരു ബോർഡർ ലൈൻ വരക്കുക. ബോർഡർ ലൈൻ ഒരു 1/4 ഇഞ്ച് വെച്ച് വരച്ചാൽ മതി. ഈ ബോർഡർ ലൈൻ നമ്മൾ ഇസ്തിരി ഇട്ട് ഒട്ടിച്ചതിൻ്റെ ശേഷം മാത്രമേ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം, അല്ലെങ്കിൽ മുന്നേ തന്നെ ആ ബോർഡർ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ കഴുത്ത് മലർന്നു പോകും, കഴുത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ചിൽ ബോർഡർ കട്ട് ചെയ്യുക. ഈ ബോർഡർ വരച്ചെടുക്കുക. വരച്ചതിൻ്റെ ശേഷം 1.5 ഇഞ്ച് കഴുത്തും 1 ഇഞ്ച് വിട്ടിട്ട് 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. ഇനി ഇറക്കം ഒരു 6 ഇഞ്ച്. അതിന് ശേഷം നമ്മളതിനെ ബോക്സ് ആക്കുക. ബോക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഫ്രഞ്ച് കർവ് ഉണ്ടല്ലോ, റൗണ്ട് കഴുത്തൊക്കെ ആണെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് നമുക്ക് വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ റൗണ്ട് കഴുത്തിനെ മാർക്ക് ചെയ്തു. ഇനി ആ 1 ഇഞ്ച് വിട്ട് വരച്ചതിന് 1 ഇഞ്ചായിട്ട് എല്ലാ ഭാഗത്തും 1 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ നിന്ന് നമ്മൾ ആ പീസിനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, ബോർഡർ കളയാതെ. ഇതേപോലെ തന്നെയാണ് ഇനി ബാക്ക് കഴുത്തും ചെയ്യേണ്ടത്. ഇനി ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ ഒരു വേസ്റ്റ് പീസ്, ഇതുകൊണ്ട് നമുക്കൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ചാൽ അകലം മാർക്ക് ചെയ്യാൻ നമുക്ക് സെപ്പറേറ്റ് അളവെടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പോലെ തന്നെ 4 ഇഞ്ച് ബോർഡർ കൊടുത്ത് ഈ അകലത്തിന് പകരം ഈ കട്ട് ചെയ്ത ആ പീസ് വെച്ചിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആകും. ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒരേ അകലം കിട്ടും. ഇനി കഴുത്തിറക്കം 3.5 മാർക്ക് ചെയ്ത് ബോക്സ് ആക്കുക. കർവ് ഉപയോഗിച്ച് റൗണ്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ
ക്യാൻവാസ് കട്ടിങ്. അപ്പോൾ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ആയി. ഇനി നമുക്ക് വരുന്നത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഭാഗമൊക്കെ നമുക്ക് തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് അധികം കട്ട് ചെയ്യാനൊന്നുമില്ല, ക്യാൻവാസും കൂടി കട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ കഴിയും. അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്തതായിട്ട് വരും. എല്ലാവരും കാണാൻ ശ്രമിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ക്യാൻവാസ് എടുത്തിട്ട് ക്യാൻവാസിൽ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. ക്യാൻവാസിനെ രണ്ടായിട്ട് മടക്കിയിടുക. അതെനിക്ക് വൈറ്റിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്ലാക്ക് കളറിൽ ഡ്രസ്സിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മളൊന്ന് രണ്ടായിട്ട് മടക്കിയിടുന്നുണ്ട്. രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു ബോർഡർ ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് തന്നെ വേണമെന്നില്ല, ഒരു 1/4 ഇഞ്ചോളം മതി. ഇത് കറക്റ്റ് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തതിൻ്റെ ശേഷം ആ 3.5 ഇഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് എക്സ്ട്രാ ഇടുക. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഒരു 1/4 ഇഞ്ച് ഇറക്കിയിട്ട് ഒരു ബോർഡർ പോലെ കൊടുക്കുക. ഇനി 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം, 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം. ഇനി നമ്മുടെ ഇറക്കം 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. ഒരു ബോക്സായിട്ട് വരക്കുക കേട്ടോ. ബോക്സായിട്ട് വരക്കുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കർവ് ഉണ്ടല്ലോ, ഫ്രഞ്ച് കർവ്, അതൊന്നും ഉപയോഗിച്ചാൽ പെട്ടെന്ന് റൗണ്ട് വരക്കൽ കഴിയും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു വര വരച്ചാൽ മതി. കണ്ടോ? ഇനി നമുക്കൊരു 1 ഇഞ്ച് നമ്മൾ മാറ്റി മാർക്ക് ചെയ്തില്ല, ആ 1 ഇഞ്ചിന് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, മേൽഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ. മേൽഭാഗം കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ കഴുത്ത് മലർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മേൽഭാഗത്തിൻ്റെ ആ 1/4 ഇഞ്ചിനെ അവിടെ നിർത്തിയിട്ട് ആ ഉൾവശം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയണത്. ഇനി ഈ ഒരു വേസ്റ്റ് പീസ് നമുക്ക് ആവശ്യമുണ്ട്. അതെന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇന്ന് നേരത്തെ പോലെ ഒരു ബോർഡർ വരച്ചിട്ട് ആ വേസ്റ്റ് പീസിന് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ കഴുത്തിൻ്റെ അകലം പിന്നെ നമുക്ക് പ്രത്യേകം മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കഴുത്തിൻ്റെ ഇറക്കം മാത്രം മാർക്ക് ചെയ്ത് ബോക്സ് ആക്കിയതിൻ്റെ ശേഷം കർവെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് റൗണ്ട് ചെയ്യാം. ഇതേപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ഇഞ്ചോ 3/4 ഇഞ്ചോ മാറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി നേരത്തെ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ബോർഡർ കട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക, കഴുത്ത് വൈഡായി പോകാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ കട്ടിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. പറഞ്ഞതുപോലെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. ഇതുവരെ സശ്രദ്ധം എന്നെ കണ്ട എൻ്റെ കൂട്ടുകാർക്ക് താങ്ക്സ്. ഇതാണിപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ രൂപം, ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും. ഇത് നമുക്കൊരു തുണിയിൽ ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഗുഡ് ബൈ.